ഇന്നൊരു ഞായറാഴ്ച കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും ഒരു പരിപാടിയില്ലാത്ത ഞായറാഴ്ച. പക്ഷേ ഒരു സ്പെഷ്യലുണ്ട്. നാളെ സ്കൂൾ തുറക്കും, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കാണാം. അതന്നെ അമ്മമ്മ ഞാനും വിചാരിച്ചു ഉച്ചയ്ക്ക് കുറച്ച് വെയിൽ കൊള്ളാമെന്ന്. അതല്ല കേട്ടോ, ഓല മെടയുണ്ടായിരുന്നു അമ്മമ്മയ്ക്ക്. അതൊക്കെ ഒന്ന് ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചു. അമ്മയ്ക്ക് ലീവ് ഉള്ളപ്പോഴാണ് അമ്മ ചോറ് വാരിത്തരിക. അപ്പോൾ ഇന്ന് വാരിത്തരാൻ പറഞ്ഞപ്പോൾ അമ്മ വാരിത്തന്നു. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴാണ് അമ്മമ്മ വേറെ പണിയിലായി. എന്നാൽ പിന്നെ കുറച്ച് വർത്തമാനം പറഞ്ഞാൽ പിടിച്ചിരുത്തി. നാളെ നല്ല മഴ പെയ്യാണെ കുട നൂർത്തുക, നല്ല രസമായിട്ട് പോവുക, നനഞ്ഞ് ചീഞ്ഞ് വരിക. ഇതൊക്കെയാണ് നാളത്തെ. പിടിച്ചിരുത്തി വർത്തമാനം പറയിപ്പിക്കേണ്ടായിരുന്നു. ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നും വർത്തമാനം പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പഠിപ്പിൻ്റെ കാര്യം എടുത്തില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞൊക്കെ ഗേറ്റ് തുറന്നെടുക്കുന്നു. ആരാന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ സ്വന്തം ഏട്ടൻ സെക്യൂരിറ്റീൻ്റെ മാതിരി പോകുമ്പോഴും വരുമ്പോഴും ആരെങ്കിലും വേണം അടയ്ക്കാനും തുറക്കാനൊക്കെ. ഇത് പാൽക്കാരൻ വരുന്നതിന് പാലിൻ്റെ കുപ്പി അതിലിട്ടച്ച കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കോലം കണ്ട്. വീട്ടിലത്തെ സകല സാധനങ്ങളും അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അച്ഛൻ വന്നപ്പോഴാണെങ്കിൽ അച്ഛൻ ഷോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോക്സിൻ്റെ ചന്തവും നോക്കി ഞാനും അമ്മയും നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളക്കത്തിക്കാൻ വേണ്ടി അമ്മേൻ്റെ ഓർഡറാണ്. എന്നാൽ പിന്നെ പോയി വേഗം തന്നെ വിളക്കത്തിച്ചൊക്കെ വിചാരിച്ചിട്ട് മേലൊക്കെ കഴുകി വിളക്കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വിരുന്നാർ വരുന്നത്. അമ്മേൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്, കുറച്ച് മാങ്ങയൊക്കെ ആയിട്ട്. ഇത് നല്ല ഫ്രഷ് മാങ്ങയാണ്. ഫ്രഷ് മാങ്ങ പറയാൻ കാരണം അമ്മമ്മേൻ്റെ അങ്ങന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. അങ്ങനെയെന്ന് വെച്ചാൽ അമ്മമ്മേൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണിത്. അവർ പോയോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛനും കൂടെ ഡ്യൂട്ടി കൊടുത്തു, ബുക്ക് പൊതിയാനായിട്ടേ. പിന്നെ അവരെ കിട്ടില്ല, ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ. കുറച്ച് മുന്നേ പൊതിഞ്ഞേരാൻ പറഞ്ഞില്ല, അതും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മേൻ്റെ മാങ്ങയ്ക്ക് എടുത്ത് തുടയ്ക്കാൻ തുടങ്ങി. എന്നാൽ അമ്മമ്മ എനിക്ക് പീസ് താ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മ എനിക്ക് വേഗം തന്നിട്ടോ. കുറച്ച് തോന പഴുക്കാനുള്ളതും ഉണ്ടായിരുന്നു, കുറച്ച് പഴുത്തതും ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് കഴിച്ചപ്പോൾ നല്ല മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെയുള്ള നാളത്തേക്ക് സ്കൂൾ പാക്കിംഗ് ആയിക്കോട്ടെ വിചാരിച്ചു. ബുക്കൊന്നും കൊണ്ടുപോകാനില്ലെങ്കിലും ബോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് കുത്തിക്കയറ്റി കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ അരി ഒന്നും കാട്ടാനായിട്ട് പ്രത്യേകിച്ചില്ല. ഈ പ്രാവശ്യം എനിക്ക് പോകാൻ തന്നെ ഒരു മൂഡില്ല. ഫ്രണ്ട്സുകളെ കാണാൻ മാത്രമേ മൂടുള്ളൂ. കാരണം ടെൻത്ത് പറഞ്ഞ് ഇവരെന്നെ പേടിപ്പിച്ച് മൂലക്ക് നിർത്തിയിരിക്കുക. അതിനോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇന്നൊരു വെറുതെ എടുത്ത വീഡിയോ. എന്നാൽ പിന്നെ നാളെ സ്കൂളിൽ പോകുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.